നമസ്കാരം. സംഗീതമില്ലാതെ മലയാളിക്ക് എന്തോണം? സംഗീതവും ഓണവും തമ്മിൽ അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓണപ്പുടവ, ഓണത്തപ്പൻ, ഓണപ്പൂക്കൾ എന്നിങ്ങനെ എത്രയെത്ര പദങ്ങളാണ് പാട്ടിലൂടെ നമുക്ക് സുപരിതമായിരിക്കുന്നത്. പാട്ടിൻ്റെ പാലാഴിയുടെ ഈ എപ്പിസോഡിൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ഓണഗാനങ്ങളെക്കുറിച്ച് പറയാം, പാടാം. പാട്ടിൻ്റെ പാലാഴിയിൽ ഓണഗാനങ്ങളെക്കുറിച്ച് പറയുമ്പം ഓണത്തിൻ്റെ സിനിമാ ഗാനങ്ങളും ലളിത സംഗീതവും ഈ രണ്ട് ശാഖകളും ഒരുപോലെ നമുക്ക് പ്രിയങ്കരങ്ങളായിരുന്നു. 80കളിലും 90കളുമായിട്ട് ഓണഗാനങ്ങൾ ഏറെ ജനപ്രിയമായ ഓണഗാനങ്ങൾ നമുക്ക് മുന്നിലെത്തിയത്. അതിൽ സിനിമാ ഗാനങ്ങളും തരംഗിണിയുടെ കാസറ്റും വി ഡി രാജപ്പൻ്റെ ഹാസ്യ പരിപാടികൾ, ദേമാവേലി കുമ്പത്ത്, ദിലീപ് നാദിർഷാ ടീമിൻ്റെ ഇങ്ങനെ സ്കിറ്റുകളും സമ്പന്നമായ ഓണക്കാലമായിരുന്നു. നമുക്ക് ആദ്യം ഏതായാലും സിനിമാ ഗാനങ്ങളെക്കുറിച്ച് തുടങ്ങാം. മലയാള സിനിമയിലെ ആദ്യ ഓണഗാനം 1955 പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് എന്ന മലയാള ചിത്രത്തിലാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ ഗാനം ആലപിച്ചത് ശ്രീ കമകര പുരുഷോത്തമനും ശാന്ത പി നായരും ചേർന്നായിരുന്നു. ഓണക്കോടി പോലെ ഓണപ്പാട്ടുകളെ വരവേറ്റ മലയാളികളുടെ ഓർമ്മകൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം. 1969 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടമാണ്. HMV മ്യൂസിക്, ഇന്ത്യയിലെ ഒരു വൻകിട മ്യൂസിക് കമ്പനി, മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തെക്കുറിച്ച് ഒരു ആൽബം ഇറക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അതിൽ ശ്രീകുമാരൻ തമ്പിയും ദക്ഷിണാമൂർത്തി സ്വാമികളും സംഗീതം നിർവഹിച്ച രണ്ട് പാട്ടുകൾ വൻ ഹിറ്റായി. അതിലൊന്ന് തുയിലുണരൂ തുയിലുണരൂ തുമ്പികളെ തുമ്പപ്പൂങ്കാട്ടിലേ. 70കളിലാണ് ശരിക്കും ഓണപ്പാട്ടുകൾ ജനപ്രിയമായത്. 1978 റിലീസായ ഈ ഗാനം മറക്കുമെന്ന് ചിത്രത്തിലൊരു ഗാനമുണ്ട്, ഓണപ്പൂവേ പൂവേ. ശ്രീകുമാരൻ തമ്പിയും സലിൽ ചൗധരിയും ചേർന്ന് ഒരുക്കിയ ഗാനം. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ. ഇതേ വർഷം തന്നെ മറ്റൊരു ഗാനവും ഹിറ്റ് ഗാനമുണ്ട്. അതും ഈ രണ്ട് ഗാനങ്ങളും കേരളക്കരയാകെ അലയടിക്കുന്ന ഗാനമാണ്. അതായത് ശ്രീകുമാരൻ തമ്പിയും സലിൽ ചൗധരിയും ഒന്നിച്ച ആദ്യ ഓണഗാനം പൂവിളി പൂവിളി പൊന്നോണം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. 1975 പുറത്തിറങ്ങിയ തിരുവോണം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയും MK അർജുനും ഒന്നിച്ച ഒരു ഗാനമുണ്ട്. വാണി ജയറാമിൻ്റെ മധുര ശബ്ദത്തിൽ പുറത്തിറങ്ങിയ ഓണപ്പാട്ടുകളിലെ ക്ലാസിക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗാനമാണ്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. കേരളത്തെ അതിമനോഹരമായി വർണ്ണിക്കുന്ന ഒരു ഗാനമുണ്ട്. ഓണവും കേരളവും കേരളത്തിലെ കാഴ്ചകളുമെല്ലാം വളരെ മനോഹരമായി വർണ്ണിക്കുന്ന മിനിമോൾ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി തന്നെ രചിച്ച് ദേവരാജൻ ഈണം നൽകിയ കേരളം കേരളം കിളികൊട്ടുണരും കേരളം. ഈ ഗാനം നമുക്കായി ആലപിക്കുന്നത് VS ഉമേഷ്. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമമെൻ കേരളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമമെൻ കേരളം. പൂവണിപ്പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസ പൂക്കളങ്ങളാടും ആടും
കേരളം കേരളം കേളികൊട്ടുഴരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമമെൻ കേരളം. പാട്ടിൻ്റെ പാലാഴിയിൽ പുതിയ കാലത്തെ ഓണപ്പാട്ടുകളെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യമായി നമ്മുടെ മനസ്സിലെത്തുന്നത് ഓണപ്പാട്ടിൻ താളം തുള്ളും കുഞ്ഞിപ്പൂവേ. കൊട്ടേഷൻ എന്ന സിനിമയിൽ 2004 പുറത്തിറങ്ങിയ കൊട്ടേഷൻ എന്ന സിനിമയിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. 2004 ഈ പാട്ട് ഇറങ്ങിയതെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാട്ട് ഹിറ്റായത്. ഹിറ്റായത്. ആ സമയത്ത് ഈ പാട്ട് ആരും കേട്ടിട്ടില്ല. ആഘോഷങ്ങളിലെല്ലാം പിന്നീട് അതെ, 2014-15 കാലഘട്ടം തൊട്ടാണ് ഈ പാട്ട് പോപ്പുലറായത്. പിന്നീട് 2016 ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ തിരുവാമണി രാവ് എന്ന ഗാനം കാസറ്റുകളിലൂടെ ഓണം ആഘോഷിച്ചിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു ഇവിടെ. അടുത്ത വീട്ടിലും ചായക്കടയിലും ബസ്സിലും ഒക്കെ ഈ ഓണപ്പാട്ടുകൾ നിറഞ്ഞിരുന്ന ഒരു കാലം. ഈ തരംഗിണിയുടെ പാട്ടുകൾ കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു ബാല്യകാലം അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ മൺകുടത്തിലൊക്കെ സ്പീക്കർ വെച്ച് പാട്ട് കേൾക്കുമായിരുന്നു, ബാസ് കൂടുതൽ കിട്ടുമെന്നുള്ളതിൽ. അങ്ങനെ ഒരു കാലം. ആ കാലത്ത് എല്ലാ വർഷവും തരംഗിണി ഓണപ്പാട്ടുകൾ പുറത്തിറക്കിയിരുന്നു. അതിനായി നമ്മൾ കാതോർത്തിരുന്ന ഒരു ചിങ്ങക്കാലം. 1980 യേശുദാസ് HMVക്ക് ബദലായി, HMVയുടെ ഒരു അപ്രമാദിത്യം ആ കാലത്ത് എല്ലാ പാട്ടുകളും ഗ്രാമഫോൺ റെക്കോർഡ്സ് ആണ്. കഴിഞ്ഞ് കാസറ്റുകൾ വരുന്നു. അങ്ങനെ ഒരു കാലം വന്നപ്പോൾ, കാസറ്റുകളുടെ കാലം വന്നപ്പോൾ തിരുവനന്തപുരത്ത് തരംഗിണി സ്റ്റുഡിയോ, യേശുദാസ് തരംഗിണി സ്റ്റുഡിയോ തുടങ്ങുന്നു. അത് വലിയൊരു സംരംഭമായിരുന്നല്ലേ യേശുദാസിനെ സംബന്ധിച്ച്. യേശുദാസ് അന്ന് ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നത് കേരളത്തിൽ തന്നെ ആദ്യത്തെ. കാരണം എല്ലാവരും ചെന്നൈയിലേക്ക് പോകണം. അതെ അതെ അതെ, എഡിറ്റിങ്ങിന് വേണേൽ ചെന്നൈയിൽ. അപ്പോൾ യാത്ര ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തരംഗിണിയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്, ലക്ഷ്യം, യേശുദാസിന്റെ ലക്ഷ്യം അവിടെ ഒരു ഉത്സവ ഗാനങ്ങള്, സിനിമാ പാട്ടുകൾ കൂടാതെ ബദലായി മറ്റൊരു അതെ ഭക്തി ഗാനങ്ങളുടേത്, അങ്ങനെ ഒരു ശാഖയിലൂടെ തരംഗിണിയെ കൂടുതൽ പോപ്പുലർ ആക്കുക എന്നായിരുന്നു യേശുദാസിന്റെ ലക്ഷ്യം. അങ്ങനെ 1981 ആദ്യത്തെ ഓണപ്പാട്ട് പുറത്തിറങ്ങുന്നു. അന്ന് മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പും ആലപ്പി രംഗനാഥും ചേർന്ന് ഒരുക്കിയ ഗാനോപഹാരമായിരുന്നു അത്. അത് കൂടുതൽ പോപ്പുലറായി. അതിന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചതോടെ 1983 ഉത്സവ ഗാനങ്ങൾ എന്ന ഓണ ആൽബം പുറത്തിറങ്ങുകയാണ്. അതിൽ 5 ലക്ഷം കോപ്പികൾ അക്കാലത്ത് വിറ്റഴിഞ്ഞ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പാട്ടുകൾ അടങ്ങിയതായിരുന്നു. 2-3 ഗാനങ്ങൾ വളരെ പോപ്പുലറായി. ഉത്രാട പൂനിലാവേ, ഉത്രാട പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാട പൂനിലാവേ വാ. പിന്നെ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി. പായിപ്പാട്ടാറ്റിൽ വള്ളംകളി, പമ്പാ നദി തിരക്ക് ആർപ്പുവിളി. പിന്നെ ഈ കാസറ്റിലെ തന്നെ മറ്റൊരു ഗാനമുണ്ട്, ഒരു നുള്ളു കാക്കപ്പൂ. ഒരു നുള്ളു കാക്കപ്പൂ കടം തരാമോ, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം, അതരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അതു നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. ഒരു നുള്ളു കാക്കപ്പൂ കടം തരാമോ, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം. ഈ പാട്ട് യേശുദാസിനൊപ്പം പാടിയിരിക്കുന്ന എസ് ജാനകി ദേവി എന്ന ഗായികയാണ്. എസ് ജാനകി എന്ന മഹാഗായിക നിൽക്കുമ്പോൾ തന്നെ എസ് ജാനകി ദേവി എന്ന പേരിലാണ്
ഈ എസ് ജാനകിദേവി വേറെ മറ്റൊരു 2-3 സിനിമാ ഗാനം സിനിമകളിൽ കൂടി പാടിയിട്ടുണ്ടല്ലേ? ഏപ്രിൽ 18 ബാലേന്ദ്രമേനോന്റെ കാളിന്തേ തീരം തന്നിൽ, അങ്ങനെ ഒരു പാട്ട് ഇതിലുണ്ട്. അവരെനിക്ക് തോന്നുന്നു സംഗീത അധ്യാപികയായിരുന്നു, പിന്നീട് സിനിമാ രംഗത്തേക്ക് അധികം വരാതെ അധ്യാപനത്തിൽ തുടരുകയായിരുന്നു തോന്നുന്നു. അത് എസ് ജാനകിദേവിയെക്കുറിച്ച് പറയുമ്പോൾ സന്ദർഭവശാൽ ഈ പി സുശീലയെ പോലെ പി സുശീലാദേവി എന്നൊരു ഗായികയും ഉണ്ടായിരുന്നു. അവരെ ആകാശവാണിയുടെ ലളിത സംഗീതങ്ങളിലൂടെ സിനിമയിൽ അധികം പാടിയിട്ടില്ല. ഇവർ രണ്ടുപേരും അതൊരു കൗതുകമായിരുന്നു അന്ന്, എസ് ജാനകിദേവി, പി സുശീലാദേവി. പാട്ടിന്റെ പാലാഴിയിൽ 1984 വിച്ചു തിരുമലയും രവീന്ദ്രനും ഒന്നിച്ച വസന്തഗീതങ്ങളിലെ 2 പാട്ടുകൾ ലളിതഗാന മത്സരവേദികളെ ധന്യമാക്കി. ഒന്ന് വലംപിരിശെങ്കിൽ തുളസീ തീർത്ഥം, മറ്റൊന്ന് മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. ആയിരത്തി 1991 ഒരു മെഗാ ഹിറ്റുമായി തരംഗിണി എത്തുകയാണ്. ആർ കെ ദാമോദരനും ഭരണിക്കാവ് ശിവകുമാറും രവീന്ദ്രനും ഒന്നിച്ച രവീന്ദ്ര സംഗീതം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനമുണ്ട്. അതൊരു സദ്യ വിളമ്പെന്ന പോലെയാണ് ആ ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിലെ പ്രഗത്ഭ കവികളുടെ കാവ്യഗീതികൾ മലയാളികളുടെ ഇഷ്ടവിഭവമാക്കി ആർ കെ ദാമോദരൻ അവതരിപ്പിച്ച ഒരു മധുര കാവ്യം തന്നെയാണത്. ചെറുശേരി തൻ പ്രിയരിശേരിയും ഇടശേരി തന്നുടെ പുളിശ്ശേരിയും വൈലോപ്പിള്ളിതൻ മാമ്പഴക്കാളനും വിളമ്പിക്കൊതിപ്പിച്ച മലയാളമേ മനം തുളുമ്പിച്ച ശ്രാവണ തിരുവോണമേ. എഴുത്തച്ഛൻ കൊളുത്തിവെച്ച ഇലയിട്ടതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ദേഹണ്ണിക്കുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പ്. പാലടപ്രഥമനുമായി ചങ്ങമ്പുഴ എത്തുന്നു. ഇതിൽ പരം എന്താണ് മലയാളിക്ക് ആനന്ദിക്കാൻ? പാട്ടിന്റെ പാലാഴിയിൽ ഓണം ചിലർക്ക് ഗൃഹാതുരത്വമാർന്ന ഓർമ്മകളാണ്, മറ്റു ചിലർക്ക് വർത്തമാനകാലത്തിൻ്റെ അടിച്ചുപൊളിയും, മറ്റു ചിലർക്കാകട്ടെ വിഷാദ സ്മരണകളും. ഈ സ്മരണകൾ ഉണർത്തുന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു പ്രശസ്ത ഗാനം ഉമേഷ് നമുക്കായി ആലപിക്കുന്നു. ആരോ കമഴ്ത്തി വെച്ചൊരു ഒട്ടുരുളി പോൽ. ആരോ കമഴ്ത്തിവച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. ആരോ കമഴ്ത്തിവച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. പഴകിയൊരോർമ്മയായി മിഴിനിരുവാർക്കും, പഴകിയൊരോർമ്മയായി മിഴിനിരുവാർക്കും പാഴിരുൾ തറവാടൻ മുന്നിൽ. ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും, ഓണനിലാവും ഞാനും. ആരോ കമഴ്ത്തിവച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരേ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരേ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു. ആർദ്രമാം ചന്ദനത്തടിയിലെരിഞ്ഞൊരൻ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു. അരത്തുടം കണ്ണീരാലത്താഴം വിളമ്പിയോരമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു. ഞാൻ അമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു.
ആരോ കമിഴ്ത്തിവച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. തരങ്കിണിക്ക് പിന്നാലെ 90കളിൽ സത്യമോഡിയൂസും ഈസ്റ്റ് കോസ്റ്റ് വിജയനും മാഗ്ന സൗണ്ടുമൊക്കെ ഓണപ്പാട്ടുകൾ ഇറക്കി. എങ്കിലും തരങ്കിണി ഉയർത്തിവിട്ട ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. ഗ്രാമഫോൺ, റെക്കോർഡുകൾ, ഓഡിയോ കാസറ്റ്, CD ഇവയെല്ലാം ഓർമ്മയായി. പിന്നീട് പെൻഡ്രൈവ് വന്നു, ഡിവൈസുകൾ കണക്ട് ചെയ്യുന്ന ബ്ലൂടൂത്ത് വന്നു. എങ്കിലും ഓർമ്മകൾ ഇരമ്പുന്ന മലയാളിയുടെ ഓണം ഇപ്പോഴും പൂക്കളമിട്ടും സദ്യയുണ്ടും കായവറുത്തതും കുറിച്ച് നടക്കുകയാണ്. പാട്ടിൻ്റെ പാലാഴിയിൽ. ഇതോടെ പാട്ടിൻ്റെ പാലാഴിയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മലയാളികൾക്കും ഹൃദ്യമായ ഓണാശംസകൾ.